കിങ്സ്റ്റൺ 4GB മെമ്മറി സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ വന്നതേ ഉള്ളൂ. ആമസോൺ വഴിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ലാപ്ടോപ്പിൻ്റെ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മേടിച്ച മൊഡ്യൂളാണ്. DDR3 4GB കിങ്സ്റ്റൺ മെമ്മറിയാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ 4GB റാം സ്റ്റിക്ക് ഇതായിരുന്നു. ഇതിൽ കൂടാതെ ഇതിൽ നേരത്തെ ഇട്ടിരുന്ന 2GB റാം സ്റ്റിക്ക് ഇതാണ്. ഇതിലിപ്പോൾ ഒരു സൈഡിലെ ചിപ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൽ രണ്ട് സൈഡിലെ ചിപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് രണ്ടും ഒരുമിച്ചിടുകയാണെങ്കിൽ ഇതിൽ ഡിമ്മ് 1ഉം ഡിമ്മ് 2, അതായത് റാം സ്ലോട്ട് 1ഉം റാം സ്ലോട്ട് 2ഉം തമ്മിലൊരു കോൺഫിഗറേഷനിലൊരു മിസ്മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബൂട്ട് ചെയ്യാതെ വരും. അത് നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു യെല്ലോ കളറിലൊരു കുറച്ച് ജസ്റ്റ് സ്ക്രീനിൻ്റെ ടോപ്പ് സൈഡിലോട്ട് എഴുതി കാണിക്കും. അപ്പോൾ നമുക്കിത് രണ്ട് റാം സ്റ്റിക്ക് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. തന്നെയല്ല ഈ 2GB കുറച്ച് ഫോൾട്ടിയാണ്, ഇതിൽ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മെമ്മറി നമ്മൾക്ക് റീഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് മെമ്മറി ചെക്കിങ്ങിലൊരു കുറച്ച് പെർസെൻറ്റേജ് കഴിയുമ്പോൾ കുറച്ച് എറർ കാണിക്കുമ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 4GB റാം ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൽ മാറുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ ബാറ്ററി ഡിറ്റക്റ്റ് ആവും, പക്ഷേ ചാർജ് ആവില്ല, കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലാപ്ട്രിക്സിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ ജെനുവിൻ ബാറ്ററിക്ക് ഏകദേശം ഒരു 3000-3500 നമുക്ക് ഓൺലൈനിൽ കാണുന്നത്. 2500 തൊട്ട് സാധനമുണ്ട്. പക്ഷേ എത്രത്തോളം ഓൺലൈനിൽ നമുക്ക് മേടിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റീപ്ലേസ് ചെയ്ത് റീഫണ്ട് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും കുറച്ച് നാൾ കഴിയുമ്പോൾ. ഇതൊരു 1 ഇയർ വരുന്നൊരു കമ്പാറ്റബിൾ ബാറ്ററി തന്നെയാണ്. പക്ഷേ 1 ഇയർ ലൈഫ് പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ കുറച്ച് എക്സ്ട്രാ ബാറ്ററീസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇതിനും കുറച്ചുകൂടെ ലൈഫ് ഇതിന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മേടിച്ച ഒരു പുതിയ ബാറ്ററിയാണ്. ജസ്റ്റ് 27-ാം തീയതി മേടിച്ചൊരു ബാറ്ററിയാണ്. ഇതാണ് അതിൻ്റെ കവർ വന്നിരുന്നത്. ലാപ്ട്രിക്സ് എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. അപ്പോൾ ഇവർ നോർമലി എല്ലാ ലാപ്ടോപ്പിനും വേണ്ടി. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് രണ്ട് മാറിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ബാറ്ററിയും ഈ റാമുമാണ് ഇതിൽ മാറുന്നത്. പിന്നെ പ്രോസസ്സറിൽ നമ്മൾ നോർമലി ചെയ്യുന്ന അതിൻ്റെ പേസ്റ്റൊക്കെ, അതായത് തെർമൽ പേസ്റ്റൊക്കെ വീണ്ടും ഒന്ന് റീഅപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡ് ഇതായിരുന്നു. ഇതെല്ലാം ഫുൾ ഡസ്റ്റെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫാനും ഇതിൻ്റെ റാം സ്ലോട്ട്, പിന്നെ ഇതിൻ്റെ നോർമലായിട്ട് മറ്റുള്ള മദർ ബോർഡുകൾ കാണുന്ന പോലെയല്ല. ഇതിലെ ചിപ്സ് എല്ലാം കുറവാണ്. ജസ്റ്റ് ഈ ഒരു മെയിൻ ചിപ്പും പിന്നെ ഇതിൽ പ്രോസസ്സറും ഉള്ളൂ. മറ്റൊന്നും തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇന്റൽ പെൻറ്റിയം ക്വാഡ് കോർ പ്രോസസ്സറാണ്. E15 എന്ന് പറഞ്ഞിട്ടൊരു 2.58 GHz വരെ സ്പീഡ് തരുന്നൊരു പ്രോസസ്സറാണ്. പിന്നെ ഇന്റൽ HD ഗ്രാഫിക്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റാം സ്ലോട്ട് ഇതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ആ സ്ലോട്ട് നോക്കി ഈ ഒരു വെട്ട് നോക്കി അങ്ങ് ഈ ഒരു ആംഗിളിൽ ചരിച്ചിട്ട് രണ്ട് സൈഡ് ഒരേപോലെ കയറിയെന്ന് ഉറപ്പായതിന് ശേഷം രണ്ട് സൈഡിൽ ഒരേപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കാവും. ഇത്രയേ ഉള്ളൂ റാം ഇൻസ്റ്റാളേഷൻ. ഇനി നമുക്കത് ബാക്കി അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ വരുന്ന ഹാർഡ് ഡിസ്ക് സീഗേറ്റിൻ്റെ മൊമെൻറ്റസ് എന്ന് പറഞ്ഞൊരു ഹാർഡ് ഡിസ്ക്കാണ്. 500 GB ആണ്. അത് നമ്മളത് ജസ്റ്റ് അഴിച്ച് ഇതിൻ്റെ ഡസ്റ്റും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വൈഫൈ മൊഡ്യൂള്, ഇതിൻ്റെ പവർ സ്വിച്ച്, ഇതിൻ്റെ മെയിൻ ഈ ഒരു കീബോർഡ്, ഇത് കീബോർഡ് വിത്ത് ഈ ഒരു ഫ്രണ്ട് കവറിൽ നിന്ന് അഴിച്ചിരുന്നത്. ഫ്രണ്ട് കവറും കീബോർഡും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളത് അഡീഷണൽ അഴിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ സ്പീക്കറിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ USB ഉണ്ട്, ഹാർഡ് ഡിസ്ക്, നമ്മുടെ വൈഫൈ മൊഡ്യൂള്, പവർ, ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ വയർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം, കാരണം അത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ അത് ഒരേപോലെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആൻറ്റിനയാണ്, അതിങ്ങനെ മദർ ബോർഡ് അടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോരും. പിന്നെ ഇതിൻ്റെ പവർ കേബിള് അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ വൈഫൈ മൊഡ്യൂളാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു പൊസിഷനിൽ ചരിച്ച് കയറ്റിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറിക്കോളും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്, പിന്നെ ഹാർഡ് ഡിസ്കും ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഒന്ന് തള്ളിയാൽ മതി. ഈ 2 സ്ക്രൂസ് ഇതിനുള്ളിൽ കയറും. പിന്നെ ഇതിൻ്റെ USB, ഇതിങ്ങനെ ഒരു വെള്ള ഒരു സ്ലോട്ടുണ്ട്, അത് നമ്മളിങ്ങനെ നൈസായിട്ടൊന്ന് പൊക്കണം. അതിലേക്ക് നമ്മൾ USB കണക്ട് ചെയ്യുക. USB എന്ന് വരുന്ന സൈഡ് USB എന്ന് പറയുന്ന കേബിളാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തു. നമ്മുടെ സൈഡ് 2 USB കണക്ട് ചെയ്തു. നമ്മുടെ വൈഫൈ മൊഡ്യൂളാണ് ബാക്കിയുള്ളത്. ഇതിലെ ആൻറ്റിനകൾ നോക്കി കണക്ട് ചെയ്യുക. ഇതിങ്ങനെ വന്നിട്ട് സെയിം റാം പോലെ തന്നെയാണ്, ഇതിങ്ങനെ ഒരു ചരിഞ്ഞാണ് കയറുന്നത്.
ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്ററി നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ഹൈറ്റ് ഇത്തിരി കൂടുതൽ കിട്ടും ഈ ഒരു ബാറ്ററി വെച്ച് കഴിയുമ്പോൾ. ഇങ്ങനെയൊരു ഷേപ്പിൽ തന്നെയല്ല, കുറച്ചുകൂടെ എയർ ഫ്ലോ കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഞാൻ സ്ക്രൂ ചെയ്തിട്ടില്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു കവറിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഓൺ ചെയ്യുമ്പോൾ ഓൺ ആയിട്ടുണ്ട്, ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഏസറിൻ്റെ ലോഗോ വന്നു. ഓക്കെ, ഇതിൽ പ്രിപ്പയറിങ് ഓട്ടോമാറ്റിക് റിപ്പയറാണ് വരുന്നത്. കാരണം ഇതിൽ വിൻഡോസ് എറർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ബാറ്ററി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, പ്രോപ്പർ രീതിയിലുള്ള ഷട്ട് ഡൗൺ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എറർ വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാനിതിൻ്റെ സി ഡ്രൈവിലുള്ള ഫയൽസ് എല്ലാം ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിൽ സി ഡ്രൈവ് മാത്രമേ നിലവിൽ ഇതിൽ ഫോർമാറ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. നോർമലി ഒരു ഓട്ടോമാറ്റിക് റിപ്പയറിന് ഓപ്ഷൻ നമ്മൾ കുറേ ചെയ്താലും ഇത് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെൻഡ്രൈവിൽ നമ്മൾ വിൻഡോസ് 10 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാം. നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ബയോസിലേക്ക് കയറി നമുക്ക് ബൂട്ടബിൾ ഡിസ്ക് സെലക്ട് ചെയ്യണം. ഇതിലിപ്പോൾ ഓക്കെ, ഇതിൽ CPU കാണാം. ടൈം ഞാനൊന്ന് ശരിയാക്കിയിരുന്നു, 10:34, 10:30 ഡേറ്റൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മുടെ 4GB ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ബൂട്ട് ഡിസേബിൾഡ് ആണ്. F12 ബൂട്ട് മെനു അത് ഡിസേബിൾഡ് ആണ്, അത് നമുക്ക് എനേബിൾ ചെയ്യണം. പിന്നെ D2D റിക്കവറി, വേക്കോൺ ലാനേജ്, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇവിടെ വിൻഡോസ് ബൂട്ട് മാനേജറാണ് ഫസ്റ്റ് ബൂട്ട് പ്രയോറിറ്റി കിടക്കുന്നത്. UEFI ബൂട്ട് മോഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സീഡ് സേവിങ് ചേഞ്ചസ്, യെസ്. നമുക്ക് F12 ഞെക്കിയാണ് ബൂട്ട് മെനു എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ USB STD വന്നിട്ടുണ്ട്. റൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൽ നിലവിലിപ്പോൾ വിൻഡോസും ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏസർ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പഴയ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് കുറച്ച് പഴയതായതുകൊണ്ടും ലോഡിങ് ടൈം കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും വർക്കിംഗ് ആയിരിക്കും. നിലവിലിപ്പോൾ ഇതിൽ ഡ്രൈവേഴ്സൊന്നും ഇൻസ്റ്റാൾ ആയിട്ടില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ഡ്രൈവറും അതുപോലെ തന്നെ ബാക്കി ഡ്രൈവേഴ്സെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഇതിൽ നമ്മൾ സി ഡ്രൈവ് മാത്രമേ ഫോർമാറ്റ് ചെയ്തുള്ളൂ. ബാക്കി ഈ ഡിയും ഇയും ഇതിൽ തന്നെയുണ്ട്, അത് ഫോർമാറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ സീലുണ്ടായിരുന്ന ഫയൽസ് എല്ലാം തന്നെ ഇതിൽ ബാക്കപ്പ് എടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൽ ചെയ്യേണ്ടത് അതിൻ്റെ ഡ്രൈവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് വിൻഡോസ് 10 നിങ്ങളുടെ സിസ്റ്റത്തിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ഒറിജിനൽ വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്ത് ഒഫീഷ്യൽ മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയി തന്നെ വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 4GB അടുത്ത് വരും അതിൻ്റെ ഫയൽ. അത് ഇന്ത്യ വെർഷൻ, അതായത് ഇംഗ്ലീഷ് വെർഷനാണ് എടുക്കേണ്ടത്. ഇൻ്റർനാഷണൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതിൻ്റെ CD-ROM മറന്നു പോകരുത്. CD-ROM കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇടണം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ടെസ്റ്റ് അതുപോലെ റാം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ടോട്ടൽ ഇതിൻ്റെ അപ്പ് ടൈം എന്ന് പറയുന്നത് 2.58, അതായത് ടോട്ടൽ ഇപ്പോൾ 3 മണിക്കൂറായി ഇത് ഓൺ ചെയ്തിട്ട്. ഓൺ ബാറ്ററി തന്നെയാണ്. നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ ബാലൻസ് നോക്കുമ്പോൾ 46% ആണ്. ഇതിൽ ഇനി ഒരു 2 hours 47 minutes കാണിക്കുന്നുണ്ട്. നിലവിൽ അത്യാവശ്യം ഒരു CPU സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരു മെമ്മറി ടെസ്റ്റുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാറ്ററി അത്യാവശ്യം ബാക്കപ്പ് തരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇവിടെ ബെസ്റ്റ് ബാറ്ററി ലൈഫ് നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും. എന്നാലും ഇത് പെർഫോമൻസ് ഇട്ടാലും അത്യാവശ്യം കിട്ടുന്ന ബാറ്ററി തന്നെയാണ്. ഈ
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.